ബിജു പപ്പനാണ്. നമസ്കാരം. നമസ്കാരം. കാരണം വളരെ ഒരു പ്രശ്നമുള്ള ഒരു സമയത്തിരുന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഈ സമയത്ത് കാരണം കഴിഞ്ഞ ദിവസം എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ ഒരു വിധി വരുന്നു. ശ്വേത നേതൃത്വത്തിലുള്ള കമ്മിറ്റി വീണ്ടും വരികയാണ്. അഡ്കോ കമ്മിറ്റി എന്ന് പറയുന്നതിൻ്റെ കൺവീനർ രമേഷ് പിഷാരടി ഇന്നലെ രാജിവെച്ചു. ഒരുപക്ഷെ മലയാള താരസംഘടന അമ്മയുടെ ഇത്തരം ഒരു സാഹചര്യം മുമ്പുണ്ടായിട്ട് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ഒരു വളരെ പ്രശ്നം പിടിച്ചൊരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ താങ്കൾ ഏറ്റവും സീനിയറായ ഒരു മെമ്പർ എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കുകയാണ്? ഞാൻ ജനറൽ ബോഡി പങ്കെടുത്ത ആളാണ്. ഒരു നിയമപരമായ പോരാട്ടത്തിലൂടെ ഒരു ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഒരു ജനാധിപത്യ സ്വഭാവത്തോടുകൂടി പോകണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. നമ്മൾ 520 മെമ്പേഴ്സ് ഉള്ളതിൽ എനിക്ക് തോന്നുന്നു 240-250 മെമ്പേഴ്സാണ് അന്ന് ജനറൽ ബോഡി പങ്കെടുത്തത്. അപ്പോൾ ആ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ വരുന്നവർ ലെഫ്റ്റ് സൈഡിൽ രജിസ്ട്രേഷനും റൈറ്റ് സൈഡിലായിട്ട് അവിശ്വാസം എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ടേബിളിൽ 3-4 പേര് ഒപ്പിടിക്കുന്നുണ്ട്. പക്ഷേ എന്നോട് ഇതിന് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞത്, രഞ്ജിയേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ഈ പറയുന്ന ഇപ്പം അമ്മയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, അതിനെതിരായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ട്, ആ മൂവ്മെൻറ്റുമായിട്ട് സഹകരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, രഞ്ജിയേട്ടൻ അത് കഴിഞ്ഞുകൊണ്ട് സിദ്ദിഖേട്ടൻ വിളിച്ചു, മാലാപാർവതി വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും ഞാൻ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഒപ്പിട്ടു. പക്ഷേ ഞാൻ അവിടെ ചെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്, ഒരു സംഘടന ആ സംഘടനയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ, ഒരു സംവിധാനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ളൊരു ജനറൽ ബോഡി നടക്കുമ്പോൾ അതിനൊരു സ്വാഗത പ്രസംഗമുണ്ട്, അധ്യക്ഷ പ്രസംഗമുണ്ട്. അത് കഴിഞ്ഞ് അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ പ്രസിഡൻ്റാണ്, അത് കഴിഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ പ്രസിഡന്റ് സംസാരിക്കുന്നതിന് പോലും ഒരു ഗ്രൂപ്പ് എതിരായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യം ഈ വിഷയം ചർച്ച ചെയ്യണം. അപ്പോൾ ഈ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭരണസമിതിയിൽ ഇരിക്കുന്നവർ തുടരാൻ പാടില്ല. അതായത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം. അല്ല, അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ ഈ ബയല വായിച്ച് പഠിച്ചിട്ടുള്ളവർ അവിശ്വാസ പ്രമേയത്തിന് വേണ്ടി നിൽക്കില്ല. കാരണം അമ്മ എന്ന സംഘടനയിൽ അവിശ്വാസ പ്രമേയം ബയലയിൽ ഒരിടത്തും പറയുന്നില്ല. അപ്പോൾ വളരെ ബുദ്ധിപരമായിട്ടാണ് നീങ്ങിയിരുന്നുവെങ്കിൽ അവിശ്വാസ പ്രമേയമായിട്ട് ഇവരാരും വരില്ലായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒപ്പിടാൻ പാടില്ലായിരുന്നു. പക്ഷെ അവിശ്വാസം എന്ന് പറഞ്ഞവർ മൂവ് ചെയ്യുന്നതിന് പകരം ഈ സംഘടനയ്ക്കകത്ത് നടന്നിട്ടുള്ള, എന്ന് വെച്ചാൽ ഈ കുടുംബ സംഗമത്തിന് ശേഷം നടന്നിട്ടുള്ള ചില തിക്ത അനുഭവങ്ങൾ ചില മെമ്പേഴ്സിനുണ്ടായപ്പോൾ ആ മെമ്പേഴ്സിന് അവർക്ക് കിട്ടേണ്ട പരിഗണന ഈ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല. അതാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പം കണക്കെന്ന് പറയുന്ന വിഷയത്തിലോട്ട് ഇവരെല്ലാവരും പോവുകയാണ്. കണക്ക് ആ സ്ഥാപനത്തിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ചെറിയ മാനസിക വിഷമങ്ങൾ ഉണ്ടാവും. ആ കുട്ടി എന്ത് ചെയ്തു? ഈ കാര്യങ്ങൾ അവിടെ കമ്മിറ്റിയിലുള്ളവരെയും പ്രസിഡന്റിനെയൊക്കെ ബോധ്യപ്പെടുന്നു. അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആ കുട്ടിയെ ഒരു യൂട്യൂബ് ചാനലുകാരൻ നേരെ കൊണ്ടുപോയി പരാതി കൊടുക്കുകയാണ്. പരാതി കൊടുക്കുന്ന ആർക്കെതിരായിട്ടാണ്? നമ്മളെ സംഘടനയുടെ സെക്രട്ടറിക്കെതിരായിട്ട്. ഒരു നെടും തൂണാണ് ഒരു സംഘടനയുടെ സെക്രട്ടറി. ആ സംഘടനയുടെ സെക്രട്ടറിക്കെതിരായി അവർ കൊണ്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. പരാതി കൊടുക്കുമ്പോൾ ഉണ്ണി ശോഭാൽ ഈ ട്രഷററും അവരെ ഏത് രീതിയിൽ പീഡിപ്പിച്ചു, മാനസികമായി അല്ലാതെയൊക്കെ അവരെ പലപ്പോഴും ഫോൺ ചെയ്ത് മെസ്സേജുകൾ ഇടുന്നുണ്ട്. എന്ത് മോശമായ മെസ്സേജാണ് ഉണ്ണി അവർക്ക് അയച്ചതെന്നുള്ള അവരാരെടുത്തും പറയുന്നില്ല. പോലീസ് ഉണ്ണിയെ വിളിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഉണ്ണിക്കെതിരെ അവരൊരു ആരോപണം ഉന്നയിച്ചു. അതും ചർച്ച ചെയ്യേണ്ടത് കമ്മിറ്റിയിലാണ്. അത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ സംഘടനയ്ക്കകത്തുള്ള ഭാരവാഹികൾ തമ്മിലുള്ള സ്വരൂപില്ലായ്മയാണ് അവിടെ കണ്ടത്. നമ്മളൊരു സംഘടനയുടെ ഞാൻ കുറേ സംഘടനയുടെ ഭാരവാഹിയായിരുന്നതും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ ഒരു സംഘടനയുടെ ഭാരവാഹിയാകുമ്പോൾ ഞാൻ എന്ന് പറയുന്ന സാധനം അവിടെ അഴിച്ചു വയ്ക്കണം. ആ സംഘടനയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ ഭാരവാഹിയാവുക, അംഗമാവുക. അപ്പോൾ ഞാൻ അംഗമാകണമെങ്കിൽ, ഒരു സംഘടനയിൽ ഞാൻ അംഗമാകണമെങ്കിൽ ആ സംഘടനയുടെ സ്വഭാവം അനുസരിച്ച് യാത്ര ചെയ്യാനുള്ള ശേഷി എനിക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ അംഗമാകാൻ നിൽക്കരുത്. ഞാൻ പറയണം, എനിക്ക് ഈ സംഘടനയിൽ അംഗമാകാൻ കഴിയില്ല. ഭാരവാഹിയാകുമ്പോൾ ഞാൻ ബയല പഠിച്ചിരിക്കണം. ബയലയിൽ ഒരു സംഘടനയുടെ ഭാരവാഹി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ആ ബയല പോലും വായിക്കാതെ സംഘടനയുടെ ഭാരവാഹിയായാൽ എന്തോ വലിയ നേട്ടമുണ്ട് എന്ന് കരുതി ഭാരവാഹിയായവർ തമ്മിലുള്ള വിഷയമാണ്
ചാനലുകൾ വഴിയും ദൃശ്യമാധ്യമം വഴിയും പുറത്തു വന്നത്. ഉയർന്ന ശമ്പളവും മികച്ച കരിയറുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Join Axions. Get trained, get placed. അവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാനൊക്കെ ഒപ്പിട്ടത്. ശരി, അത് നടന്നില്ല അത് നടന്നിട്ടില്ല. അപ്പം ഇന്നലെ ഒരു വോയിസ് പുറത്തു വന്നു. രമേഷ് പിഷാരടിയും ശ്വേതയമ്മനും സംസാരിക്കുന്ന ഒരു ഇതാണ്, ലീക്കായെന്നും പുറത്തു വിട്ടതാണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളോട് നടക്കുന്നതിൽ പറഞ്ഞ ഒരു 2-3 കാര്യം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളെ സ്ഥാപിക്കുന്നതാണ്. അതായത് ഇവിടെ ബഹളം ഉണ്ടാക്കി, പ്രസിഡന്റിനെ പോലും സംസാരിക്കാൻ അനുവദിച്ചില്ല. സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു, സാദിഖ്, സുരേഷ് കൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ആ ബഹളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചേട്ടൻ പറയുന്നത് അങ്ങനെ ഒരു ബഹളം ഉണ്ടായിരുന്നു. അവരെ അല്ല, അത് അവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷമല്ല, മുഴുവൻ അംഗങ്ങൾക്കും നന്നായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ശേഷിയുള്ളവരും നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ളവർ, അങ്ങനെയുള്ളവർക്ക് മാത്രമല്ലേ അവിടെ മെമ്പറാകാൻ പറ്റും. പക്ഷെ അവരാരും മിണ്ടാതിരിക്കാൻ കാരണം നമ്മളൊരു ക്രൗഡിനെ നിയന്ത്രിക്കുന്നത് വോയിസ് കൂടുതലുള്ള ആളായിരിക്കും. ആ ക്രൗഡിൻ്റെ നിയന്ത്രിച്ചത് 5-6 വോയിസ് കൂടുതലുള്ള ആളുകളുടെ നിയന്ത്രണത്തിലായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിനെ പരിഹരിക്കാൻ വേണ്ടി വന്നത് ഗണേശ് ചേട്ടനാണ്, അല്ലാതെ വേറൊരാൾ നിന്നത് ജഗദീഷ് ചേട്ടനാണ്. പക്ഷെ ജഗദീഷ് ചേട്ടനും ഈ പറയുന്ന രഞ്ജി ചേട്ടനുമൊക്കെ, രഞ്ജി ചേട്ടനെ ഇവർ നേരത്തെ രഞ്ജി ചേട്ടനെ ആ ഫ്രെയിമിൽ കൊണ്ടുവന്നു. രഞ്ജി ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. പക്ഷെ രഞ്ജി ചേട്ടന് പോലും അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ രഞ്ജി ചേട്ടൻ ഇവരെടുത്ത് പറയുന്നുണ്ട്, നമുക്ക് അവർക്ക് കുറച്ച് സാവകാശം കൊടുത്തൂടെ. പക്ഷേ ഇവർ തീരുമാനമെടുത്ത് വന്നിരിക്കുന്നത് അസാവകാശം കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല, ഇവിടെ സംസാരം വേണ്ട, നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം. അപ്പം കണക്ക് അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ട്. 1 മാസമായി ട്രഷറർ UK-യിലാണ്, നമ്മളുമായി സഹകരിച്ചിട്ടില്ല, നിങ്ങളൊരു 35 ഡേയ്സ് നമുക്ക് സമയം തരിക, ഇതിൻ്റെ അകത്ത് 5 പൈസ ആരും എടുത്തിട്ടില്ല. ആ സമയത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വന്ന് പറയുകയാണ് കണക്കിൽ പെശകുണ്ട്. അത് കഴിഞ്ഞ് ഈ അവിശ്വാസത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പറയണം എല്ലാം കൈവിട്ടു പോയി. അപ്പോൾ ഈ ലീഗൽ അഡ്വൈസറുമായിട്ട് ഇവർക്ക് നേരത്തെ ധാരണ ഉണ്ടാവാം, ഈ ചാർട്ടേഡ് അക്കൗണ്ടുമായിട്ട് നേരത്തെ ധാരണ ഉണ്ടാവും. കാരണം ഒരു കണക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് ഒരു മൈക്കിൻ്റെ ഫ്രണ്ടിൽ വന്നു പറയുമ്പോൾ ഈ ഇരിക്കുന്ന മെമ്പേഴ്സിനെ ബോധ്യപ്പെടുന്ന രീതിയിൽ അയാൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. അയാൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഈ വക്കീലിൻ്റെ അടുത്ത് ചോദിക്കും എന്ന് പറഞ്ഞ് വക്കീൽ വരുന്നു, വക്കീൽ അതിനേക്കാൾ കുഴപ്പമുണ്ടാക്കി. ഒരു 6-7 മണിക്കൂർ ഈ പ്രസിഡന്റ് ഫൈറ്റ് ചെയ്തൊക്കെ നിന്ന് നോക്കി. അവസാനം ശ്വേതയെ മാനസികമായി തകർക്കുന്നതിന് വേണ്ടി എൻ്റെ സുഹൃത്തും കൂടായ ബാബു കയറിയിട്ട് പറഞ്ഞു, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി 3-4 സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ ശ്വേത വാങ്ങി. ശ്വേതയുടെ കൺട്രോൾ പോയി. ശ്വേത ചാടി എൻ്റെ ചപ്പടിയെ ഞാൻ റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അവിടെ പലരും ഒക്കെ ശ്രമം. പക്ഷേ ഒരൊറ്റ കാര്യമുള്ളത്, വളരെ സീനിയറായിട്ടുള്ള ഇന്ത്യൻ ലോക സിനിമ വരെ ശ്രദ്ധിക്കുന്ന ലാലേട്ടൻ വളരെ ക്ഷമയോടുകൂടി ഇത് മുഴുവൻ കേട്ടിരിക്കുകയാണ്. അവസാനം ലാലേട്ടൻ ഗണേശ് ഏട്ടൻ കയറി സംസാരിക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലാലേട്ടന് വിട്ടുകൊടുക്കാം. അതിനും അവർ സമ്മതിച്ചില്ല. സമ്മതിച്ചില്ല. ലാലേട്ടന് വിട്ടുകൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പറയാണ് ജനറൽ ബോഡി തീരുമാനിക്കേണ്ട കാര്യം ജനറൽ ബോഡി തീരുമാനിക്കുക, അങ്ങനെ ആരും ഒറ്റയ്ക്ക് തീരുമാനിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ ഓഫീസിൽ എത്രയോ സീനിയറായിട്ടുള്ളൊരു പോസ്റ്റിലിരുന്ന തുളസിയാണ്, കൊല്ലം തുളസിയാണ് എന്നിട്ട് ഇതിൻ്റെ നിയമവശങ്ങൾ പറയാൻ ശ്രമിച്ചു. സംസാരിക്കണ്ട എന്ന് പറഞ്ഞ അയാളെ മൈക്ക് പിടിച്ചു വാങ്ങിച്ചു. അയാൾ വളരെ സീനിയറായിട്ടുള്ളവർ. അനൂപ് സംസാരിക്കുന്ന ചില ആൾക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്ക്. പക്ഷേ ജനറൽ ബോഡിയാണ്, ആർക്കും സംസാരിക്കാം. അനൂപിൻ്റെ മൈക്ക് പിടിച്ചു വാങ്ങിച്ചു. അപ്പം എന്നെപ്പോലുള്ള കുറച്ച് പേര് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും നമ്മൾ ആരും പ്രതികരിക്കാത്ത ഒരു സംഘടനയ്ക്കകത്ത് മുന്നോട്ട് പോകുമ്പോൾ വ്യക്തിബന്ധങ്ങൾ നോക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മൾ വർഷങ്ങളായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർ ചില ആളുകളുമായുള്ള വ്യക്തിബന്ധം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചത്. പക്ഷേ നേരത്തെ പറഞ്ഞു ഈ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ നിയമസാധുത ഇതിലില്ല, ഇല്ല. പക്ഷെ അത് അറിയാതെയാണ് ഒപ്പിട്ടു. പക്ഷെ അപ്പം ഇതിൽ ഈ പല അംഗങ്ങളും ഇതിൽ ഒപ്പിട്ട് കൊടുത്തത് എന്താണെന്ന് പോലും അറിയാതെ അറിഞ്ഞിട്ടില്ല. അപ്പം നേരത്തെ അപ്പം ഇതിനകത്തൊരു ഗൂഢാലോചന ആരോപിക്കുന്നത് തെറ്റില്ല. അല്ല, ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയല്ലേ, പ്രിന്റ് എടുത്ത് സാധനങ്ങൾ കൊണ്ടുവരികയും അതിരാവിലെ അവിടെ എത്തുകയും ഒരു ടേബിൾ പിടിച്ചിട്ട് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻ്റാണ്.
അതൊന്നും ഒരു നമ്മൾ എല്ലാം സുഹൃത്തുക്കളാണ്, സഹോദരിമാരാണ്. അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് ഒരിക്കലും ഇവർ ഭാരവാഹികളായിട്ടുണ്ട്, ഇവരെ ഭാഗത്തുള്ള വീഴ്ചകളാണ് ജനറൽ ബോഡി ചൂണ്ടിക്കാണിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് ചർച്ചകൾ ചെയ്യേണ്ടത്. അതല്ല നടക്കുന്നത്. നിങ്ങൾ ഇറങ്ങണം, അഡമൻ്റായിട്ട് അതായത് ഹഡ്കോ കമ്മിറ്റി കൊണ്ടുവരണം. അപ്പോൾ ഈ ഹഡ്കോ കമ്മിറ്റി കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ജഗദീഷ് ചേട്ടൻ ചാടി എണീച്ചിട്ട് പറയാണ്, ഞാൻ പ്രോട്ടൈം സ്പീക്കറിനെ പോലെ ചാർജ് എടുക്കുകയാണ്. യാത്രയിലായിരുന്ന പിഷാരടി എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ നേതൃത്വത്തിലേക്ക് വരാൻ തയ്യാറാണ്. പിറ്റേ ദിവസം പിഷാരടി പറയാണ്, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഗുരുതരമായ അപ്പൊ പിഷാരടി വരട്ടെ, പിഷാരടി നല്ല ആളാണ്, ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ നിയമസഭയിൽ നന്നായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആള്, ഈ സംഘടനയ്ക്ക് പ്രയോജനപ്പെടുന്ന ആള്. പിഷാരടി വിളിച്ചു പറഞ്ഞു ഞാൻ നിൽക്കാൻ തയ്യാറാണ്. ഒരിക്കലും പറയാൻ പാടില്ല. പിഷാരടി പിറ്റേ ദിവസം പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഗണേശേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ഇഷ്ടംപോലെ വലിയ വലിയ പോസ്റ്റുകളിൽ ഇരുന്നിട്ടുള്ള ഈ സംഘടന നിലനിൽക്കണം, കുറേ സാധാരണക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ ആ കമ്മിറ്റിയിൽ വന്നു. അതിൻ്റെ ഇടയ്ക്ക് സിദ്ദിഖേട്ടൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം സ്റ്റേജിൽ പറഞ്ഞു. എന്താണ്? ഈ വൃത്തികെട്ട പരിപാടിക്ക് മമ്മൂക്ക വരില്ല എന്ന് പറഞ്ഞു. മോളെ, ഈ പെയിൻ ശല്യമൊക്കെ സർവ്വസാധാരണമല്ലേ? ലൈസ്കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. ഒരു അമൃത് വേണി ഉൽപ്പന്നം. മമ്മൂക്ക അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? എന്ത് കാര്യമായാൽ വേറൊരാളുടെ പേര് പറഞ്ഞൊരു കാര്യം പ്രസന്റ് ചെയ്യണം. ശരി, എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ് സിദ്ദിഖേട്ടൻ. പക്ഷെ സിദ്ദിഖേട്ടനൊക്കെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്ത് ചിലർ വരുമ്പോൾ അവരുടെ ആ തീരുമാനം വിജയിക്കുന്നതിന് വേണ്ടി വേറൊരാൾ എന്ത് മാനസികമായി അവർ തകർന്നാലും ഇവർക്ക് വിഷയമില്ല എന്നുള്ള രീതിയിലാണ്. ആ സമയത്തെങ്കിലും ചുരുങ്ങിയ പക്ഷം ഒന്ന് പ്രതികരിക്കാൻ തോന്നിയില്ല? ഈ പറഞ്ഞ തെറ്റായി പോയെന്നല്ല, ഞാൻ അങ്ങനെ പറയണമെങ്കിൽ 100 ചില്ലുവാനും ആളുകളെ ഇവർ ഒപ്പിടിച്ചു. അവരെല്ലാം അസ്വസ്ഥരായിരുന്നു. അപ്പോൾ ഇവർ കൈപൊക്കാൻ പറയുമ്പോൾ ഇവർ കൈപൊക്കും, വേറെ ആരും കൈപൊക്കുന്നില്ല. അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ആരും കൈപൊക്കുന്നില്ല. സേത ചോദിക്കുകയാണ്. അപ്പം ഈ പറയുന്ന 110 പേര് എണീറ്റ് നിൽക്കാൻ വേണ്ടി സേത പറഞ്ഞിരുന്നുവെങ്കിൽ ആരും എണീക്കില്ല. ഒപ്പിട്ട 120 പേര് അല്ലെങ്കിൽ 130 പേര് ഒപ്പിട്ടിട്ടുണ്ട്. ഞാൻ ഇറങ്ങിപ്പോണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് എണീറ്റ് നിൽക്കാൻ പറഞ്ഞെങ്കിൽ ഈ പറയുന്ന ഗ്രൂപ്പ് എണീറ്റ് നിൽക്കും. അപ്പൊ ഈ മല്ലിയ ചേച്ചി പറയുന്നുണ്ട്, ഇത് ഭരണം തള്ളിയിടാൻ വേണ്ടി വരുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് അനിസിബ ടിനിക്കെതിരെയുള്ള ആരോപണം, ടിനിക്ക് അനിസിബയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ, നീന ലക്ഷ്മി പ്രിയക്കെതിരെ പറഞ്ഞില്ല, ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് ഇതിന് ആരെ പേരിലാണോ നടപടി എടുക്കേണ്ടത് അവരെ പേരിൽ കൈ അടിച്ച് പാസ്സാക്കി നടപടിയെടുത്ത് പുറത്താക്കുക. ഇതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അതൊന്നും അല്ല നടന്നത്. അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കാതെ ആ കണക്കിലുള്ള വ്യക്തത ബോധ്യപ്പെടുത്തേണ്ട ട്രഷറേയും കൂടെ അവരവരുടെ ഭാഗത്ത് നടത്തി. കാരണം ട്രഷറർ നിൽക്കാൻ കാര്യമുണ്ട്. കമ്മിറ്റി ട്രഷറുടെ ഒരു വിഷയം വന്നപ്പോൾ ട്രഷറുടെ ഒപ്പം നിന്നില്ല. അന്ന് പ്രസിഡന്റ് മീഡിയ കാണുമ്പോൾ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് മുഴുവൻ പറയുന്നത്. അയാൾ ചോദിക്കുകയാണ്, ട്രഷറുടെ ഭാഗത്ത് വീഴ്ചയില്ലേ, ട്രഷറർ അങ്ങനെ ചെയ്തില്ലേ, ഒരു കുട്ടിയെ ഇങ്ങനെ കൊണ്ടുവരുത്തി പീഡിയ. നമ്മളെ വീട്ടിലെ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മളെ ഓഫീസിലെ സ്റ്റാഫ് അതിൻ്റെ മാനേജിങ് ഡയറക്ടറെ പുറത്താക്കിയിട്ട് അകത്ത് കയറിയിരിക്കുന്ന അവസ്ഥയാണ്. ഇവരെല്ലാം കൂടെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തത്. ഇപ്പം പ്രസിഡന്റിന് ഒരു കാര്യം ഒരാൾ ഫീഡ് ചെയ്യുന്നു, സെക്രട്ടറി അവിടെ ലൈവായിട്ടുള്ള ആൾ, സെക്രട്ടറി ഒരാൾക്കാണ്. ഈ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരു തീരുമാനമെടുക്കാനുള്ള ശേഷിയില്ലായ്മയാണ് ഈ രീതി കൊണ്ട് എത്തിച്ചത്. ഇപ്പം സേത വളരെ പവർഫുള്ളായിട്ടുള്ള ലേഡിയാണ്. സേത ഒറ്റയ്ക്ക് പോയി ഈ ഓർഡർ വാങ്ങിച്ചു. ഈ ഓർഡർ വാങ്ങിക്കുന്ന സമയവും ഈ ചർച്ച നടക്കുമ്പോഴും ഓരോരുത്തർ റിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയില്ല. ഇന്നലെ 3 പേർ റിസൈൻ ചെയ്തു. അപ്പം ഈ മൂവ്മെൻറ്റ് പോലും ഇവരുടെ അടുത്ത് പറഞ്ഞാൽ പുറത്തു പോകുമെന്നറിയാം. ഒരു കാര്യം തീരുമാനിച്ച് ഞാൻ ഒരു നിയമപരമായിട്ടുള്ളൊരു യുദ്ധത്തിന് പോവുകയാണെന്ന് പോലും പ്രസിഡന്റിന് ആ കമ്മിറ്റിക്കകത്തുള്ള ആളുകൾക്ക് പറയാൻ പറ്റില്ല. അത്ര പേരെ പ്രശ്നങ്ങളാണ്. അതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. അപ്പം നേരത്തെ ഈ പറഞ്ഞു പലരും വിളിച്ചിരുന്നു ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട്. അതിൽ പ്രധാന ആള് മാലാ പാർവതി. കാര്യം എനിക്ക് നമ്മൾ പൊതുസമൂഹം അറിയുന്നത് മല്ലിയ സുകുമാരൻ പറയുന്നത് വഴിയാണ്. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സിദ്ദിഖും രഞ്ജി പണിക്കരും പിന്നിലുണ്ട്. അവരുടെ അല്ല, രഞ്ജിയേട്ടനെ മുൻനിർത്തിയ ഒരു മൂവ്മെന്റ് ഉണ്ട്, അതിന് സഹകരിക്കണം എന്ന് മാല പറയുന്നു. അങ്ങനെ ബിജു പപ്പനെ വിളിച്ചിരുന്നോ? അത് മാല വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് സിദ്ദിഖേട്ടൻ എന്നെ വിളിച്ചിട്ട് അവൻ പപ്പൻ നിൽക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ് എൻ്റെ മനസ്സിലുള്ള കാര്യം. എൻ്റെ മനസ്സിൽ ചില ആളുകൾ ഈ സംഘടനയുടെ ഭാരവാഹിയായ യോഗ്യരല്ല. അവരെ പേരിൽ നന്നായിട്ട് ചർച്ച ചെയ്ത് ഭൂരിപക്ഷം പേര് കൈയടിച്ച്
അവരെ അതിൽ നിന്ന് ഒഴിവാക്കുക. പ്രാഥമിക അംഗത്വം നിന്ന് ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല. അവർ കിട്ടേണ്ട സംഘടനയുടെ പരിഗണനകൾ കിട്ടണം. അവർ ഭാരവാഹിയാകാൻ യോഗ്യതയില്ലാത്തവരാണ്. പുറത്താക്കണം. മുമ്പ് നമ്മളങ്ങനെ പലരും എത്ര ഞാൻ ഈ ഷമ്മി അവിടെ എണീറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ഷമ്മിക്കെതിരായി എണീറ്റ് നിന്ന് ആരോപണം ഉന്നയിച്ച ആളാണ് ഞാൻ. കോവിഡ് കഴിഞ്ഞ് ഒരു ജനറൽ ബോഡി ഉണ്ടായി സുരേഷ്. അപ്പം നിങ്ങളെല്ലാം കോവിഡിന് ശേഷം ആദ്യമായിട്ടൊരു ജനറൽ ബോഡി പങ്കെടുക്കുന്നു. അപ്പോൾ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു വേദിയിലുണ്ട്. അപ്പം ലാലേട്ടനുള്ള ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ വേദിയിലുള്ളവരെ നോക്കിയിട്ട് ഭാരവാഹികളെല്ലാം അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഷമ്മി കുറേ ലിസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്, കെട്ടിടം വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട. അപ്പം ഞാൻ എണീറ്റ് എന്ന് പറഞ്ഞു, ഇത് കുറേ ദിവസങ്ങൾക്ക് ശേഷം നടന്ന ഒരു ജനറൽ ബോഡിയാണ്, ഇത്രയും വലിയ ഒരു കോവിഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നടന്നതാണ്. ഈ വേദിയിലിരിക്കുന്നവരെല്ലാം ഞങ്ങൾക്ക് വിശ്വാസമാണ്. അതുമല്ല, നിങ്ങൾ ജനറൽ ബോഡി പറയേണ്ട പല കാര്യങ്ങളും നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്ത് പറയുന്ന ആളുകളെ ഈ കമ്മിറ്റി ചുമന്നുകൊണ്ട് പോകാൻ പാടില്ല. അതെ. ഉടനെ അത് വലിയ ചർച്ചയായി, എല്ലാവരും കൂടെ കൈയടിച്ച് ഷമ്മിയെ പുറത്താക്കി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പുറത്ത് ചർച്ച ചെയ്യണ എത്ര പേരെ ഇന്ന് പുറത്താക്കണം? ലക്ഷ്മിപ്രിയ പുറത്താക്കണം, നീന കുറുപ്പിനെ പുറത്താക്കണം, മാല ആദ്യം മാല പാർവതിയെ പുറത്താക്കണം. അല്ല, മാലയുടെ വിഷയം ഞാൻ മാലയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മാലയെടുത്ത് തന്നെ പറഞ്ഞു, ഈ സംഘടനയിൽ അംഗമാകുന്നതിന് മുമ്പ് തന്നെ മാല ദൃശ്യമാധ്യമങ്ങളിൽ പല ചർച്ചകളിലും പങ്കെടുക്കുന്നതാണ്. ആ ചർച്ചകളുടെ ഭാഗമായി മാല ഇരിക്കുമ്പോൾ അമ്മയെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, മറുപടി പറയും. പക്ഷെ അമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മാല ഒരു ചർച്ചയ്ക്ക് പോകാൻ പാടില്ല. അതെ, അമ്മയിൽ അംഗമൊന്നും പ്രത്യേകിച്ച് പോകാൻ പാടില്ല. അപ്പം ഞാൻ തന്നെ ഇതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി വേണം. പല ആളുകൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. എല്ലാവരും പറയുന്നത് എന്തിനാണ്, ഈ ഭരണസമിതിയുടെ പേരിൽ വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചു, അവർ രാജിവെച്ച് പോയി, അവർ നിയമപരമായി ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരുന്നത്. ഇതല്ല സംഭവം. ഇതിൻ്റെ അകത്ത് കുറച്ച് ആളുകൾ കുഴപ്പമുണ്ട്. ആ ആളുകളെ പുറത്താക്കണം എന്നുള്ള ചർച്ചയാണ് അവിടെ നടക്കുമെന്ന് വിചാരിച്ചാണ് എല്ലാവരും ഇരുന്നത്. ഈ പറയുന്നവരുടെ ബഹളം ഉണ്ടാക്കുകയും അനാവശ്യമായ ആരോപണങ്ങളും കാരണം സഹിക്കാൻ വയ്യാതെയാണ് ഇറങ്ങിപ്പോയത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ രഞ്ജി പണിക്കറിനെ ഒരു കരുവാക്കിയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് രഞ്ജിയേട്ടനെ മുൻനിർത്തി ചെയ്തു. അദ്ദേഹം പിന്നെ അല്ല, രഞ്ജിയേട്ടന് അല്ലെങ്കിൽ രഞ്ജിയേട്ടൻ നമ്മളെയൊക്കെ വിളിക്കേണ്ടതാണ്. അത് കഴിഞ്ഞു. രഞ്ജിയേട്ടൻ വിളിച്ചിട്ടില്ല. രഞ്ജിയേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ലാലേട്ടനുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഇവരെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ രഞ്ജിയേട്ടൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായി. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ നേരത്തെ എൻ്റെ ഒരു മെൻഷൻ പറഞ്ഞ ഒരു ഓഫീസ് സ്റ്റാഫാണ് അവിടുത്തെ വാച്ചറും. അതിന് ഒരു നടപടി എടുക്കണമെന്നല്ല ഒരു അച്ചടക്ക സമിതി രൂപീകരിക്കുന്നു. ഉണ്ണി ശിവപോലായിരുന്നു എൻ്റെ ചെയർമാൻ, അല്ല ഒരു അംഗമായിരുന്നു. അങ്ങനെ നിലവിൽ പല അല്ല, ഞാൻ എന്നെ അംഗമാക്കിയത് നീന കൊടുത്ത ലക്ഷ്മി പ്രിയക്കെതിരെയുള്ള പരാതി. അതെ. അപ്പം ലക്ഷ്മി പ്രിയക്കെതിരെ നടപടി എടുക്കണമെന്ന് എക്സിക്യൂട്ടീവിൽ ചർച്ചയായി. അപ്പോൾ എക്സിക്യൂട്ടീവിൽ ഒരു വിഭാഗം ലക്ഷ്മി പ്രിയക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അച്ചടക്ക സമിതി രൂപീകരിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ആ അച്ചടക്ക സമിതിയിലായിരുന്നു ഞാൻ 3 പ്രാവശ്യം ഇവിടെ നിന്ന് രാവിലെ വണ്ടിയിൽ അവിടെ പോയി, ഒരു ദിവസം തലേദിവസം പോയി താമസിച്ചു. ഈ 3 മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, ഈ നീന കൊടുത്ത പരാതി വളരെ ജെന്യൂനാണെന്നും ഈ ലക്ഷ്മി പ്രിയക്കെതിരായിട്ട് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ വന്നവർ, എന്ന് വെച്ചാൽ മൊഴി തരാൻ വന്നവരെല്ലാം അവർ ചെയ്ത ഭാഗങ്ങളെ വളരെ വ്യക്തമായി അവർ ചെയ്തത് തെറ്റാണെന്നും ഒരാൾ പോലും അവർക്കെതിരെ നടപടി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് ശുപാർശ ചെയ്യണ്ടേ നമുക്ക് എക്സിക്യൂട്ടീവ്, അതിനും കഴിഞ്ഞിട്ടില്ല. എന്ത് പറ്റിയതാണ്? പിന്നെ അത് വിളിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, നമ്മളെ അച്ചടക്ക സമിതിയല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതെ. അപ്പം ലാസ്റ്റ് മീറ്റിംഗ് ഇപ്പം മാർച്ചിൽ 3 മീറ്റിംഗ് നടന്നു. ഈ 3 മീറ്റിങ്ങിലും നമ്മൾ ആരെ വിളിക്കുകയാണ്? ലക്ഷ്മി പ്രിയയെ വിളിക്കുകയാണ്. അപ്പം ലക്ഷ്മി പ്രിയ ഉണ്ണിക്ക് കൊടുക്കുന്ന മറുപടി എന്താണ്? മെയ് 21 വരെ ഞാൻ സ്ഥലത്തില്ല, മെയ് 21-ാം തീയതി വരെ ഞാൻ സ്ഥലത്തില്ലാത്ത യാത്രാരേഖകൾ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. അതിൻ്റെ ഇടയിൽ 2 എക്സിക്യൂട്ടീവിൽ അവരവിടെ പങ്കെടുത്തു. അപ്പം ഈ അച്ചടക്ക സമിതി എന്ന് പറഞ്ഞാൽ വെറുതെ രൂപീകരിച്ചു. അതവർ ഗൗരവമായിട്ട് പോലും ആരെടുത്തിട്ടില്ല, ഈ ആരോപണ വിധേയമായിട്ടുള്ള ആളെടുത്തിട്ടില്ല. അതെ. അല്ല, അമ്മയ്ക്ക് പോലും ആ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ. അല്ല, അതിന് കാരണമുണ്ട്. അതിൻ്റെ ചെയറായിരുന്ന ഉണ്ണിയാണ് UK പോയത് ഈ വിഷയമായി നടക്കുന്ന സമയത്ത്. ഈ സ്റ്റാഫിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഉണ്ണി ഇവിടെ നിന്ന് UK പോയി. UK ഉണ്ണി തിരിച്ചു വരുന്നത് ജനറൽ ബോഡിയുടെ തലേ ദിവസമാണ്. ഇതിൽ അംഗങ്ങൾ വലിയ ഹോട്ടലിൽ താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം ഉണ്ടായിരുന്നു. ഒരുപാട് കാശുകൾ ചിലവാക്കി എന്നൊക്കെ. ഇപ്പം അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു അമ്പിളി കോഴിക്കോട് നിന്ന് വന്നു. അഡ്വക്കേറ്റ് അമ്പിളി കോഴിക്കോട് നിന്ന് അമ്പിളിയുടെ ചിലവർ താമസിച്ചു. ഞാൻ വന്ന് എൻ്റെ ചിലവർ താമസിച്ചു. അതിന് ആകെ അവരൊരു 10,000 രൂപ
2 പ്രാവശ്യം വന്നതിന് 20,000 രൂപയും അല്ലാതെ ഒരു 4,000 രൂപ. 3ാമത്തെ പ്രാവശ്യം പോയതിന് എൻ്റെ പേയ്മെൻറ്റും ഇല്ല. ഞാൻ ഇത് നമ്മളൊരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തു. ആ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഈ പൈസയും തിരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എന്തുകൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ പറ്റാത്തത്? പൂർത്തീകരിക്കാൻ പറ്റാത്ത ഉണ്ണി ഇല്ലാത്തതുകൊണ്ട് പകരം ഒരാളിനെ വെക്കണമെന്ന് പറഞ്ഞ് ആ ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിലെല്ലാം കയ്യിൽ നിന്ന് പോയി അവർ. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അവിടെ ആരുടെ ഭാഗത്തായി ശരിയായിട്ട് ഒരു അച്ചടക്ക സമിതി അംഗം എന്ന നിലയിൽ ഒരുപാട് പേരെ കേട്ടതെന്ന് മനസ്സിലായത്? അല്ല, നീന കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ നീനക്കെതിരായി ലക്ഷ്മി പ്രിയ ഒരു വോയിസ് ഗ്രൂപ്പിലിട്ടു. അതെ. ഏത് ചർച്ചകൾ അവിടെ നടന്നാലും ആ ചർച്ച അപ്പോഴും തന്നെ ഒരു ലോക്കൽ ചാനൽ വഴി ഒരു സോഷ്യൽ, അയാളുടെ കച്ചവടമായിരിക്കും, അത് നമ്മൾ അയാളെ കുറ്റം പറയുന്നത്, അയാൾ ഈ ന്യൂസ് അപ്പോൾ വെളി കൊടുക്കും. അവിടെ നടക്കുന്ന എന്ത് കാര്യം. അതേപോലെ ലക്ഷ്മി പ്രിയ ഗ്രൂപ്പിലിട്ട സാധനം അവിടെ ഓരോ ചാനലിൽ വന്ന്, മെയിൻ ചാനലിൽ വന്ന് ചർച്ചയായപ്പോൾ ലക്ഷ്മി പ്രിയ കൊടുത്ത മറുപടി ഇതാണ്: നടപടി എടുത്താൽ എനിക്കൊരു ചുക്കുമില്ല, ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്ക് ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക്. അത് കഴിഞ്ഞ് പറഞ്ഞത് ഇത് അമ്മകളല്ല, ഇപ്പോൾ എല്ലാം അമ്മൂമ്മമാരായി, ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം. 2, 3ാമത് ഇതിന്ന് പുറത്തായെന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാനില്ല. അവർ റിസൈൻ ചെയ്ത് പോകണം. ഞാൻ ആ സംഘടനയുടെ ഭാരവാഹിയായിരിക്കുമ്പോൾ ഞാൻ പറയാണ്, എന്നെ ഇതിന്ന് പുറത്താക്കിയ എനിക്കൊരു ചുക്ക്, ഒരു മെമ്പർ സ്ഥാനത്ത് നിന്നും പുറത്താക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഭാരവാഹി പറയാണ് എനിക്കൊരു ചുക്കുമില്ല. ഈ വിഷയങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അവരെല്ലാം ഇപ്പം നമ്മൾ പുറത്തെങ്ങനെയാണ് എന്നുള്ളതൊന്നും വിഷയമല്ല. നമ്മൾ സംഘടനയ്ക്കകത്ത് കയറുമ്പോൾ ആ ചട്ടക്കൂട്, നിയമാവലികളെ പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ, അങ്ങനെയുള്ള ആൾക്കാരാണ്. അതെല്ലാം ഈ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഈ ജോയിന്റ് സെക്രട്ടറി ആയാലും ഇത് ആരായാലും ഒരു എക്സിക്യൂട്ടീവ് മെമ്പറും അതിന് വിപരീതമായി പെരുമാറിയാൽ ആ എക്സിക്യൂട്ടീവ് അവരെ പുറത്താക്കണം. അതെ. ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട ആദ്യത്തെ ആരോപണങ്ങളിലൊന്ന് നമ്മുടെ ഒരു വെണ്ണല ശിവക്ഷേത്രത്തിൽ ഭാരവാഹിയിൽ നിന്ന് ഒരു വലിയ തുക, എമൗണ്ടൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, 70 ലക്ഷം രൂപയാണെന്നുള്ളതാണെന്ന് തോന്നുന്നു കേട്ടത് ആദ്യം. അത്രയും കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു 30 ലക്ഷം അവരുടെ ഒരു പരസ്യം വരുന്നതനുസരിച്ച് ബാക്കി തുക കൊടുക്കും എന്നുള്ളതാണ് വന്നത്. അപ്പോൾ ഒരു ക്ഷേത്ര സമിതിയിൽ നിന്ന് ഇങ്ങനൊരു തുക മേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യം അൻസിബ ഉയർത്തിയ, പുറത്തു നിന്ന് ഉയർത്തിയ ഒരു വലിയ ആരോപണം. ശരിക്കും അതിനോട് യോജിക്കുന്നു. അല്ല, ഞാൻ ഈ അൻസിബ അല്ലാതെ വേറെ ഒരാളും ആ മീറ്റിങ്ങിലുള്ളവർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ. ചോദിച്ചവരുണ്ട്. ഇപ്പം എൻ്റെ അറിവിൽ അത് പിന്നെ കുക്കു പരമേശ്വരൻ അതിനെതിരായിരുന്നു, റോണി അതിനെതിരായിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. അറിയില്ല ഇൻസൈഡ്. പക്ഷേ ആ റോണിയുടെ പേരും കുക്കുവിൻ്റെ പേരും അല്ലല്ലോ വരുന്നത്. ഒരിക്കലും അൻസിബയുടെ പേര് വരുന്നത് എന്തുകൊണ്ടാണ്? പുറത്തു പോയി പറയുന്നുണ്ടായിരുന്നു. അല്ല, പുറത്തു പോയി പറയുന്നുണ്ടല്ലോ. അൻസിബ എന്നുള്ള ഈ അൻസിബ ഏത് മതത്തിൻ്റെ പിന്നിലാണോ അൻസിബ സഞ്ചരിക്കുന്നത് ആ പേരുള്ളതുകൊണ്ടാണ് അൻസിബയുടെ പേര് മാത്രം വെളി വരുന്നത്. ക്ഷേത്രത്തിൻ്റെ കാര്യം. അതെ. ക്ഷേത്രത്തിൽ നിന്ന് പണം കൊണ്ടുവരുന്ന അൻസിബ എതിർത്തു. ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാരവാഹി പറയുന്നുണ്ട്, ആ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിപാടികളിൽ അമ്മയിലെ അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ അൻസിബ അടക്കം പങ്കെടുത്തു. അമ്മയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ പൈസ കൊടുക്കാൻ ബില്ലിങ്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഇനിയും ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടികളിൽ അമ്മയിലെ മെമ്പർമാരുടെ സാന്നിധ്യം ഉണ്ടാവണം. വേണ്ടെങ്കിൽ വേണ്ടെന്ന് ഒരു എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിച്ച് അപ്പോഴത് മാറ്റി വയ്ക്കണം. അതെ. എക്സിക്യൂട്ടീവ് സ്ട്രോങ് ആയി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം എക്സിക്യൂട്ടീവ് ആയിരുന്നതിനെ കോർട്ടിൽ പോകേണ്ടത്. അതെ. ഇന്ന് ഇപ്പോൾ 4 പേര്, അൻസിബ, മാലാ പാർവതി, ഉഷ അസീന, അതുപോലെ മായ വിശ്വനാഥ്, ഇവരിത്രയും ഒരു പത്രസമ്മേളനം നടത്തി. അവരും നടത്തുന്ന ഗുരുതരമായ ആരോപണങ്ങളൊന്ന് ഈ അമ്മയിൽ ഈ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ദുരുപയോഗം ഉണ്ടായി എന്നുള്ള രീതിയിൽ. 2 പറയുന്നത് അദാനി പോലൊരു ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് സാമ്പത്തികമായൊരു, അതായത് ശ്വേതയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് സാമ്പത്തിക സഹായം വരാൻ പോകുന്നു, ഇതിനെ ഞങ്ങൾ ശക്തിയുക്തം എതിർക്കും എന്നാണ് ഇവരിത്രയും പറഞ്ഞത്. അപ്പോൾ ഗുരുതരമായ ഒരു സാമ്പത്തിക ആരോപണത്തിൻ്റെ ഒരു മുൻമുള്ളിലാണ് ഈ 4 പേരും ഈ ഇവരെ നിർത്തുന്നത്. ഞാൻ മാല സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. കോർപ്പറേറ്റുകളുടെ 15 കോടി രൂപ ഞങ്ങൾക്ക് വേണ്ട. അമ്മയുടെ എല്ലാ പരിപാടിയും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളാണ്. അതെ, അങ്ങനെ നോക്കിയാൽ അങ്ങനെയാണ് ഒരുവിധമുള്ള എല്ലാ പരിപാടികളും. ഈ കോർപ്പറേറ്റിൻ്റെ മണി എന്തിനാണ് അമ്മയ്ക്ക് തരുന്നതെന്നുള്ളതാണ് വിഷയം. അമ്മ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ, ഇല്ലെങ്കിൽ അമ്മ എന്നുള്ള സംഘടനയ്ക്കകത്തുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ട കാര്യമില്ല.
ഇവർ പറയുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഈ മാല പറയുന്നത് ഒരു വോയിസ് ഒരു മുൻ കൗൺസിലർ ഇട്ടിരിക്കുന്നു. അതെ അതെ. സേത എന്ന് പറയുന്ന നമ്മളെ അമ്മയുടെ പ്രസിഡന്റ് ഇങ്ങനെ പൈസ ഇത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ സ്ഥാനാർത്ഥിക്കാർ ഇത് വെച്ച് തന്നെയായിരിക്കും ബാബു പറഞ്ഞത്. അതെ അതെ അതെ. പക്ഷെ ബാബു പറഞ്ഞത് ആരോപണമാണെന്നാണ് നമ്മളെ പിഷാരടി പറയുന്നത്. അതെ. ഇതും മാല പറഞ്ഞതും ആരോപണമാണ്. ആരെങ്കിലും തെളിയിക്കണ്ടേ? അതെ അതെ. ഇപ്പം എനിക്കും വന്നിരുന്ന് പറയാം അങ്ങനെ 50 കോടി രൂപ സേത ഇന്നായിരുന്നു. അത് ആരോപണമാണ്, പറയാൻ പാടില്ല. എനിക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ആരോപണം ഉന്നയിക്കാവൂ. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു വിലയും ഇല്ലാതാവും. അല്ല, സ്വാഭാവികമായിട്ട് ഈ ആരോപണം ഉന്നയിക്കും. പത്മജ BJP സംസ്ഥാന ഇതിലുള്ള ആളാണ്, ഒരു കൗൺസിലറാണ്. അപ്പോൾ ആ നിലവിൽ ഇതിനെ ഒരു സംഘി ആക്കി മാറ്റാൻ പോകുന്നു, അല്ലെങ്കിൽ BJPയുടെ ഭാഗമാക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ള പ്രചരണമാണ് അവർ നടത്തുന്നത്. നേരത്തെ പറഞ്ഞു അൻസിബ എന്ന് പറയുന്ന ആളുടെ പേരാണ് വിഷയം. അത് ഈ പത്രസമ്മേളനത്തിൽ പലപ്പോഴും ഈ മാല എടുത്ത് പറയുന്നുണ്ട്, അൻസിബ എന്ന് പറയുന്ന മുസ്ലിം നാമധാരി. എന്തിനാണ് ഇതിന് മുമ്പും നമ്മുടെ അമ്മയിൽ അല്ല ഈ അൻസിബയുടെ ഒപ്പമാണ് എന്ന് മാല പറയുമ്പോൾ ടിനി വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അല്ല അൻസിബയുടെ അടുത്ത് ഞാൻ സംസാരിച്ച് സമാധാനിപ്പിച്ചതിന് ശേഷം ഞാൻ മാലയുടെ അടുത്ത് പറഞ്ഞു. മാല വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. ഒരൊറ്റ ദിവസം വിചാരിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് സംസാരിച്ചാൽ തീർക്കുന്ന വിഷയമാണ്. ഇതിന് ഒരിക്കലും ഇങ്ങനെ വലിച്ചു നീട്ടുക, അത് സംഘടനയാണ് ബാധിക്കുന്നത്. അത് ആ കുട്ടി വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ടിനി പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെ നല്ലൊരു ഫേസ് ഉള്ള ആളാണ്. അയാളെ ഇങ്ങനെ പോണത് ഞാൻ സംസാരിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇന്നലെ മാല അടുത്ത് പറഞ്ഞ് സംസാരിച്ചു നോക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ ടിനിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ടിനി പറഞ്ഞു എനിക്കും താല്പര്യമില്ല. പോലീസിൻ്റെ അന്വേഷണത്തിൽ നീന കുറിപ്പ് കേട്ടു, ടിനി പറയുന്നത് നീന കേട്ടു, അൻസിബ കേട്ടിട്ടില്ല. നീന നാളെ കോടതി മാറ്റി പറഞ്ഞു. ഇപ്പോൾ പോലീസിന് തന്നെ ബോധ്യപ്പെട്ടു ഇത് കേസെടുത്ത് FIR ഇട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷെ കോടതിയിൽ നീന കുറിപ്പിൻ്റെ മൊഴിയാണ് എടുത്ത് കാണിച്ചിട്ട് നീന കുറിപ്പ് കേട്ടു, ജിഹാദി എന്ന് പറഞ്ഞു, അവരെ മതപരമായി ആക്ഷേപിച്ചു. അപ്പോൾ കോടതി കേസെടുക്കാൻ പറഞ്ഞു. കേസെടുത്താലും പോകേണ്ട നീനയാണ്. ഇന്ന് അതിനേക്കാൾ ഗുരുതര ആരോപണം മാല പാർവതി ശ്വേതയ്ക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 4 പേരെ മതം മാറ്റാനായിട്ട് അൻസിബ അവരോട് പറഞ്ഞിരുന്നു, അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതാണോ? ഇതൊക്കെ സംഭവിക്കുന്നതാണോ? എനിക്കിത് അത്ഭുതമാണത് ശരിക്കും. അല്ല, ദൃശ്യമാധ്യമങ്ങളുടെ ഇടയിൽ പോയിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മൾ ഇന്ന് സംസാരിച്ചിട്ട് പോണ കാര്യം ഇന്ന് ഡിലീറ്റ് ആയി പോകില്ല. ഇത് ജീവിതകാലം മൊത്തം കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രസ് മീറ്റ് നടത്താൻ പോകുന്ന ആളുകൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി നടത്തണം ഈ കാര്യങ്ങൾ. അതിലൊക്കെ അവരുടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഈ മാല പാർവതിക്ക് എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം ഉണ്ടായിട്ട് തോന്നി? അല്ല, മാല പാർവതി ഈ കമ്മിറ്റി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചതാണ്. അതെ, ആ തുടക്കത്തിൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അല്ല, വളരെ കൂടെ. അപ്പം അതിൻ്റെ അകത്തുള്ളവർ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മയുടെ മെമ്പർമാരാരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവർ തിരഞ്ഞെടുത്ത് വിട്ടവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ഈ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അമ്മ അംഗങ്ങൾ വോട്ടിട്ട് തിരഞ്ഞെടുത്തവരും തിരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ എതിരില്ലാതെ ജയിച്ച ആളാണ് അൻസിബ. അതെ, ഞാൻ അൻസിബയുടെ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. അൻസിബ റിസൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അൻസിബ ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റിലിരുന്ന ആളാണ്. അൻസിബയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനറൽ ബോഡി പറഞ്ഞിട്ട് അൻസിബയ്ക്ക് റിസൈൻ ചെയ്യാം. അൻസിബ ലോകമുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും സംസാരിച്ചിട്ടാണ് ജനറൽ ബോഡിയിൽ കാര്യങ്ങൾ പറയുന്നത്. അതിനെയാണ് മാല പറയണത് എല്ലാവരും കോരിത്തെരിച്ചിരുന്നു. ഇതെല്ലാവരും കേട്ടതാണ് എത്രയോ സമയം. നമ്മൾ ഈ കൂട്ടമായിട്ട് ചേർന്ന ആളുകൾ ആക്രമിക്കുന്ന സ്വഭാവം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലാണുള്ളത്. കലാകാരന്മാരുടെ ഇടയിൽ വളരെ അപൂർവമാണ്. ഈ ജനറൽ ബോഡിയിൽ അത് ഭയങ്കര വ്യക്തമായി നമ്മളെല്ലാം കണ്ടു. അങ്ങനെ ഒരു കൂട്ടം ചേർന്ന് ആരെയും ആക്രമിക്കാൻ പാടില്ല. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം ശരിക്കും? എന്താണ് അവർ ഭരണം പിടിച്ചെടുക്കുക. അപ്പം അതിൻ്റെ അകത്ത് ഉള്ള ഒരു പ്രശ്നം അവർക്ക് പറ്റിയത് ഈ ഭരണത്തിൽ നിന്ന് ഇവർ ഇറങ്ങുമെന്ന് ബോധ്യമാവുന്നതിൻ്റെ ഇടയിൽ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങിയാലും ആരോപണ വിധേയരാരും ഇതിൻ്റെ മുൻനിരയിൽ വരാൻ പാടില്ല. അപ്പം ജഗദീഷ് ചേട്ടൻ അതിനെ ഏറ്റുപറഞ്ഞു. അല്ലെങ്കിൽ ഈ ഹഡ്കോ കമ്മിറ്റിയിൽ ഈ വലിയ വോയിസ് ഉണ്ടാക്കിയ ആളുകൾ വന്നാൽ അപ്പം അവരതിനു വേണ്ടിയാണോ ഈ അധികാരത്തിന് വേണ്ടിയാണെങ്കിൽ അവരെല്ലാം ആ പോസ്റ്റ് ഇരുന്നവരാണ്. അതെ അതെ. സിദ്ദിഖേട്ടൻ റിസൈൻ ചെയ്ത് പോയ ആളാണ്, ബാബു മത്സരിക്കാതെ മാറിയ ആളാണ്. അപ്പം ഈ പറയുന്ന എന്തിനാണ് എന്നുള്ളത് അവർക്ക് മാത്രമേ ഉള്ളിൽ അറിയാവുന്ന കാര്യമാണ്. അതെ അതെ.
എന്തായാലും വളരെ മോശപ്പെട്ടൊരു നേരത്തെ പറഞ്ഞു. ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്സിഡന്റ് നടക്കുമ്പോൾ അടിച്ച് പൊട്ടിയിലട എന്ന് ഉറച്ചു പറയുന്ന കേട്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ഒന്നും ചെയ്യല്ലേ എന്നുള്ള ശബ്ദമാണ് ആദ്യം പറയണമെങ്കിൽ ആളുകൾ ഒന്നും ചെയ്യില്ല. അതേപോലെ ഈ പറയുന്ന മെമ്പേഴ്സിനെ മൊത്തം ഇവർ 4-5 പേര് ശബ്ദത്തിലൂടെ നിയന്ത്രിച്ചു. ഒരാളിനും ഒരു അഭിപ്രായം പറയാൻ എണീക്കാൻ പറ്റാതെയായി. പക്ഷേ ഉഷ പിന്നെ പത്രസമ്മേളനത്തിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ശ്വേതാ മേനോൻ ബാബുവിനെതിരെ അവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞു എന്നാണ്. അതാണോ സത്യം? അല്ല, ശ്വേത പറഞ്ഞത് ഒരു ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ ചെന്ന് നിന്ന് ആ ആളിൻ്റെ സംസാരം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാബുവേട്ട അവിടെ ഇരിക്കൂ എന്നൊരു 5 പ്രാവശ്യമല്ല, അവരൊരു 50 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. അതിന് ബാബുവേട്ട എന്നുള്ളത് ഇനിയിപ്പോൾ ഉഷ കേട്ടത് ഇങ്ങനെ. പക്ഷേ ഈ ഉഷയൊക്കെ ഒരു കാര്യം കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഇവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ആരും ദൃശ്യമാധ്യമങ്ങളെ കാണല്ല. അവരതിനുശേഷം ഈ ജനറൽ ബോഡി വരെ അവർ ഒരാളിനെ കണ്ട് ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. ഇപ്പം അവർക്ക് ശ്വാസം മുട്ടി. കാരണം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ അവർക്ക് പ്രതികരിച്ചേ പറ്റൂ. അവർ പ്രതികരിച്ചു. അല്ല, അതിൽ എപ്പോഴും ഈ ശരി തെറ്റുകൾ എപ്പോഴും ഉണ്ടല്ലോ, അത് തമ്മിലാണ് മത്സരം. അല്ല, തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഞാനും സുരേഷുമായിട്ട് സംസാരിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തി ദൈവമാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന നുണയാണ്. ഇപ്പം ഞാൻ നന്നായി നുണ ആസ്വദിക്കുന്ന ആളാണെങ്കിൽ എന്നിൽ ആരാണോ ആദ്യം ഒരു കാര്യം ഫീഡ് ചെയ്യുന്നത് ആ സാധനം മാത്രമേ എൻ്റെ തലയിൽ കാണൂ. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം എന്നെ എങ്ങനെയാണ് ഇതിൽ ഒപ്പിടിയിച്ചത്? എന്നെ വിളിച്ച് അവർ പറയുകയാണ് ഇന്ന ആളിൻ്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ്, നിങ്ങൾ അതുമായി സഹകരിക്കണം. ആ ആളിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം എന്തെങ്കിലും ചെയ്യും, നല്ലതേ ചെയ്യും. അതെ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയത് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടു. അപ്പം അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. ഇവർക്ക് അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ അമ്മ അസോസിയേഷന്റെ ഭാരവാഹികൾ അമ്മയെ റോഡിലിട്ട് വലിച്ചു കീറുന്നതാണ് അയാൾ കണ്ടത്. അമ്മയെ പൊന്നുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവരെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോയത്. ഇവര് എന്നും ഈ സംഘടനയെ കുറിച്ച് പറയുന്നത് അമ്മയാണ് AMM എന്ന് വീണ്ടും ചാനലുകാർ പറയാനുള്ള അവസ്ഥയിൽ അവർ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതിന്റെ വിഷമത്തിൽ രഞ്ജിയേട്ടൻ പ്രതികരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ രഞ്ജിയേട്ടനൊപ്പം നിന്നവരുടെ ലക്ഷ്യം അതല്ല എന്ന് രഞ്ജിയേട്ടന് ബോധ്യപ്പെട്ട് കാണും. മോഹൻലാൽ പോലെയുള്ള ഈ പറഞ്ഞ പോലെ അതിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന അതിൻ്റെ ഏറ്റവും പ്രധാന മുഖങ്ങളിലൊന്നാണ് അവർക്ക് പോലും നിശബ്ദരായിരിക്കേണ്ടി വരുന്ന ഒരു അപകട സൂചനയല്ലേ ശരിക്കും പറഞ്ഞാൽ. ലാലേട്ടൻ്റെ പ്രസംഗം അവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും മനസ്സിൽ തട്ടുന്ന രീതിയിലായിരുന്നു. ലാലേട്ടൻ പറഞ്ഞത്, ഞാൻ അഭിനയിച്ച സീനുകളിൽ പലതിലും ഞാൻ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. ഇന്ന് ഇത് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് നമ്മളെ വേദിയുടെ പുറകിലായി കാണിച്ചവരെല്ലാം നമ്മളെ വിട്ടുപോയി. അടുത്ത പ്രാവശ്യം ജനറൽ ബോഡി കൂടുമ്പം ആരൊക്കെ കാണുമെന്നറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വാശി പിടിക്കരുത് എന്ന് പറയണത് നിങ്ങൾ അവർക്ക് കുറച്ച് സമയം കൂടെ കൊടുക്കാനാണ്. ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വെച്ചു. അതിന് തയ്യാറാവുന്നില്ല എന്ന് കണ്ടപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയി. നേരത്തെ പറഞ്ഞു ഈ കോർപ്പറേറ്റ്സുകളിൽ നിന്നും സാമ്പത്തിക സഹായം വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചേട്ടൻ തന്നെ പറഞ്ഞു, കോർപ്പറേറ്റ്സുകളാണ് പല സ്പോൺസർ. അപ്പം അങ്ങനെ ഒരു നിലപാട് പോലും ബാലിശമായിട്ട് തോന്നില്ലേ ഇവർ? ഉറപ്പായിട്ടും. ഞാനൊരു കാര്യം പറയും, ഞാൻ ഒരു 5-6 കമ്മിറ്റിയിൽ വോട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം അമ്മയ്ക്കൊരു വീടെന്നുള്ളതാണ്. TPA പോലുള്ള ഒരാൾ പോലും ഒരു പുറത്തൊരു സ്ഥാപനത്തിൽ കിടന്നാണ് മരിച്ചത്. ഈ 510-520 മെമ്പേഴ്സിൽ 10,000-ന് താഴെ വരുമാനമില്ലാത്തവരും കോടികൾ വരുമാനമുള്ളവരുമുണ്ട്. ഈ കോടികൾ വരുമാനമുള്ളവർ കുറച്ച് പേര് സാധാരണക്കാരായ അംഗങ്ങളെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്, അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ അജു അവിടെ വന്ന് പ്രസംഗിച്ചു. ഈ ബഹളവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അജുവിന് സഹിക്കാൻ വയ്യാതെ സംസാരിച്ച് ഞങ്ങളെ കൂടെയുള്ള പലരും ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകളായിട്ട് വന്നിട്ടുള്ള യൂത്തുകൾ ഈ പരിപാടിക്ക് വരാത്തത് ഇതുകൊണ്ടാണ്. അവർ വരാത്തത് അതുകൊണ്ടല്ല, നമ്മൾ പെയിൻ എടുത്ത് ഇൻഡസ്ട്രി വന്നവരെല്ലാം വരും. ലാലേട്ടൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇൻഡസ്ട്രി വന്നത്, മമ്മൂക്ക വളരെ കഷ്ടപ്പെട്ടാണ്, സുരേഷ് ഏട്ടൻ വളരെ കഷ്ടപ്പെട്ടാണ്, ഇന്നസെൻ്റ് ഏട്ടൻ വളരെ കഷ്ടപ്പെട്ടാണ്. അവരെല്ലാം ഭാരവാഹികളായി വരും. ഞാൻ ആരുടെയെങ്കിലും കെയർ ഓഫിലാണ് ഇൻഡസ്ട്രി വരികയാണെങ്കിൽ, ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പേ വലിയ ഫിഗർ ആകുകയാണെങ്കിൽ എനിക്കവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വരുമ്പോൾ എനിക്ക് ആദ്യം തന്നെ എല്ലാ ഫെസിലിറ്റീസും കിട്ടിയിട്ടെ. ഒരു ഗ്ലാസ് ചായ കിട്ടാതെ
വട കൊണ്ടുവരുന്ന ട്രേ നോക്കി നിൽക്കുമ്പോൾ വട വളഞ്ഞു പോകുന്നത് കണ്ട് വാഴയ്ക്കപ്പം കിട്ടാതെ, താമസിക്കാൻ സൗകര്യം കിട്ടാതെ, വാഹനം കിട്ടാതെ, ലൊക്കേഷനിൽ നിന്ന് എല്ലാവരും പാക്ക് ചെയ്ത് പോയതിനു ശേഷം മരത്തിൻ്റെ മൂട്ടിൽ കണ്ണ് നിറഞ്ഞിരുന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ വരും, അവർക്ക് അതിൻ്റെ വില അറിയാം. അവർക്ക് അതിൻ്റെ കാരണം വരുമാനം ഉണ്ടാക്കി വീട്ടിൽ കൊണ്ട് കൊടുത്തോണ്ടിരുന്നവർ ഇന്ന് വരുമാനം കൊടുക്കണില്ല. അവർ ഓരോരുത്തരും എന്താണ് അനുഭവിക്കുന്നത്? ഈ അമ്മ സംഘടനയുടെ ഭാരവാഹികൾ അവർ കൈനീട്ടമൊന്നും പറഞ്ഞുകൊണ്ട് എമൗണ്ട് കൊടുക്കുന്നത്, പൈസയ്ക്ക് ആവശ്യമില്ലാത്ത, ആവശ്യം പോലെ പൈസ ബാങ്കിലുള്ളവർക്ക് പോലും അവരത് കൊടുക്കുന്നുണ്ട്. കൈനീട്ടം എന്ന് പറഞ്ഞാൽ 1001 രൂപ അവർക്ക് കൊടുത്തിട്ട് ബാലൻസ് പൈസ നിവർത്തിയില്ലാത്ത അംഗങ്ങളെ അന്വേഷിച്ച് പിടിച്ച് അവർക്ക് കൊടുക്കണം. താമസിക്കുവാനുള്ള സൗകര്യം, എൻ്റെ വീട്ടിൽ എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് ബാഗുമായിട്ട് ഞാൻ ഇറങ്ങിയ അമ്മയുടെ വീട്ടിൽ ഞാൻ പോകുമെന്ന് പറയണം, എങ്കിലേ എൻ്റെ വീട്ടിൽ എനിക്കൊരു വിലയുള്ളൂ. അതിനു വേണ്ടിയാണ് ഇവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു വോയിസ് എടുത്തിടുക, അവർ വെളുത്തു പോകും, അവർ അഴിപ്പ് എന്നൊക്കെ പറയുക, വെളിയിറങ്ങി പബ്ലിക്കിൻ്റെ ഇടയിൽ അവർ തമ്മിലുള്ള വ്യക്തിപരമായ ഇഷ്യൂകളെല്ലാം ഈ സംഘടനയുടെ പേരിൽ പറയുകയാണ് ഇപ്പം ജോലി. ഇവരെല്ലാം ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവരെ മുന്നിൽ വരുന്ന ദൃശ്യമാധ്യമങ്ങളുടെ മൈക്കിൻ്റെ എണ്ണം കൂടാൻ കാരണം എന്തുകൊണ്ടാണ്? അവർ ഈ സംഘടനയുടെ ഭാരവാഹിയായതുകൊണ്ടാണ്. അവർ ലൈവായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അവരെ അവിടെ നിന്ന് മാറി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഞാനൊരു പ്രസ് മീറ്റ് വിളിക്കുകയാണെന്ന് പറയുമ്പോൾ വെളിയിൽ എത്ര വണ്ടി വരുമെന്ന് നോക്കിയാൽ മതി. എനിക്കൊരു മൈലേജ് കിട്ടാൻ കാരണം ഞാൻ ഈ സംഘടനയുടെ ഭാരവാഹിയാന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവണം. വലിയ വിഷമത്തോടു കൂടിയാണ് അവിടെ ഇരുന്ന സീനിയേഴ്സ് മൊത്തം, അമ്മമാർ, അവരെല്ലാം വിഷമത്തോടുകൂടി. അവിടെ കുറേ ആളുകൾ സമ്മാനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. ഈ സമ്മാനങ്ങൾ വാങ്ങിക്കാനല്ല അവർ വരുന്നത്. സമ്മാനങ്ങൾ വാങ്ങിക്കാനെന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിക്കാർ സ്പോൺസർ ചെയ്തിട്ട് ഈ പാവം അംഗങ്ങളെ കൊണ്ട് നിർത്തി, ഈ വയസ്സായവരെ കൊണ്ട് നിർത്തി അവരെ കൊണ്ട് 2 വാക്ക് സംസാരിച്ചിട്ട് അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് വിടുകയാണ്. അതിനെ വരെ പറഞ്ഞ എന്താണ്, സമ്മാനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയെന്ന്. ഈ ഒരു സംഘം ഇതിനെ BJP അനുകൂല സംഘടനയാക്കാൻ ശ്രമം നടത്തുന്നു. ഒരു നടനാണ് സുരേഷ് ഗോപിയുടെ പേരുമൊക്കെ അവർ പരസ്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇതിനെ ഒരു സംഘത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ BJPയുടെ ഒരു സംഘടനയാക്കാനൊക്കെ ഉള്ള ശ്രമം ചേട്ടൻ്റെ അനുഭവത്തിൽ എന്താണുള്ളത്? ഇതൊരു പൊളിറ്റിക്കൽ സംഘടനയല്ല, ഇതൊരു തൊഴിലാളി സംഘടനയല്ല, ഇതൊരു കലാകാരന്മാരെന്ന് പറയുന്നത് നമ്മൾ പറയല്ല, എപ്പോഴും ഏത് കൊച്ചു കാര്യത്തിലും ഫീൽ ചെയ്യുന്നവരാണ് കലാകാരൻ. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റൂ. നമ്മളൊരു വേഷം ചെയ്യുന്നത് പോലെയല്ല ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. വളരെ സിൻസിയറായി പ്രവർത്തിക്കുന്ന ഇഷ്ടം പോലെ ആൾ. ഈ സംഘടന അങ്ങനെ ആർക്കും ഒരു സൈഡിലോട്ടും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ സംഘടന നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സംഘമുണ്ടെന്ന് ലാലേട്ടനോട് പ്രസംഗിച്ചു. പക്ഷേ ഈ സംഘടനയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പുള്ളി പറഞ്ഞപ്പോഴാണ് അവിടെ ഇരുന്ന് മുഴുവൻ മെമ്പർമാരും കൈയടിച്ചത്. ഈ സംഘടനയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഈ സംഘടന രൂപം കൊണ്ട അന്ന് മുതൽ ഇഷ്ടംപോലെ വിഷയങ്ങൾ ഫേസ് ചെയ്താണ് ഞങ്ങൾ വരണത്. ഇതിനൊന്നും സംഭവിക്കില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ബേളം ഉണ്ടാക്കിയാലും ഇതിനൊന്നും സംഭവിക്കില്ലെന്നാണ്. അതൊരു വലിയ ഉറപ്പാണ്, ഒരു വലിയ മഹാനടൻ്റെ ഉറപ്പാണ്. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത ആൾക്കാരുടെ ഉറപ്പാണ്. അവർക്ക് അതിൻ്റെ കഷ്ടതയും ദുഃഖങ്ങളും അറിയാവുന്നത്. അവിടെ ഇതെല്ലാം ഇപ്പോൾ ഈ കഷ്ടതയൊക്കെ അനുഭവിച്ചവർ പലരും ഇപ്പം ഇല്ല. അതെ, സേത വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് സേതയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. സേതയ്ക്ക് 100% കൊണ്ടുപോകാൻ പറ്റും. സേത വളരെ ബ്രില്യൻ്റ് ആയതുകൊണ്ടാണ് ബയലയിലില്ലാതെ ഒരു ഓപ്പറേഷനിലൂടെ അവർ ഇറക്കി വിടാൻ ശ്രമിച്ചപ്പോൾ അവർ ബയലയിലില്ലാത്ത കാര്യമാണെങ്കിൽ അവർ നിയമപരമായിട്ട് മൂവ് ചെയ്യും. അതിനവർ രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്തു. കാരണം അവരെ സംഘടനയ്ക്കകത്തുള്ളവർ തന്നെ ഈ കാര്യങ്ങൾ വെളിയിൽ പറയുന്നവർക്കറിയാം. എന്ന് വെച്ചാൽ അവരെ കമ്മിറ്റിക്കകത്തുള്ളത്. നേരത്തെ നമ്മൾ സംസാരിച്ച ഇതാണ് ഈ മുതിർന്ന ഇന്നത്തെ തലമുറ, പുതിയ തലമുറയിലെ പലരും വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. പൃഥ്വിരാജ് അടക്കം, ദുൽഖർ അടക്കം, വിനീത്, നമ്മുടെ നിവിൻ പോളി, അങ്ങനെ പലരും ആൾക്കാരും. പക്ഷെ ഈ ഇതുപോലെ സമാനമായിട്ട് നമ്മുടെ ചെന്നൈയിലും ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു, വിഷയമുണ്ടായിരുന്നു. അതും ഇതേ സാമ്പത്തിക ആരോപണത്തിൻ്റെ പേരിലാണ് നടികർ സംഘത്തിൽ വലിയ വിഷയങ്ങളുണ്ടായത്. ആ സമയത്ത് അന്നത്തെ പുതിയ തലമുറയല്ലേ, വിശാൽ, സൂര്യക്കയുടെ നേതൃത്വത്തിലാണ് അവരതിന് ആ പഴയ സമിതിയെ മാറ്റുകയും ഇവരിലേക്ക് വരാനായിട്ടുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുണ്ട്. ഇനിഷ്യേഷനാണ്. ഇങ്ങനെ ഈ സുഖഭോഗങ്ങളാണ് ഇവരൊന്നും അനുഭവിക്കാതെ നേരിട്ട് വന്നവർക്ക് ഒരു സീറ്റ് കിട്ടി എന്നുള്ളത് ആ ഒരു ഉത്തരവാദിത്വം ഇവർക്കില്ലേ? അല്ല, ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറയാം, ഇന്നിപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന രാജുവുണ്ട്, ഈ പറയുന്നവരെല്ലാവരും ഉണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ഈ അമ്മ മീറ്റിങ്ങിൽ വരുമ്പോൾ തലേ ദിവസം തീരുമാനിച്ച് വരുന്നത് പോലെ അല്ല. അമ്മ മീറ്റിങ്ങിൽ ഇന്ന ആളുകളെയും കൂടെ പങ്കെടുപ്പിക്കണം എന്നൊരു തീരുമാനം ഇതിൻ്റെ അകത്തുള്ള സീനിയർ ആയിട്ടുള്ള ആളുകൾ എടുക്കണം.
ഒരാൾ പോലും ഞാൻ വരില്ല എന്ന് പറയില്ല. വളരെ സീനിയറായിട്ടുള്ള, നമുക്ക് പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അവരൊന്ന് രണ്ട് പേര് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ ഇവരെല്ലാവരും പങ്കെടുക്കും. അല്ലെങ്കിൽ കൊച്ചുദാഹരണം ഞാൻ പറയാം. ആത്മയിൽ ഞാൻ 21 വർഷമായി മെമ്പറായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് അവർ ജനറൽ ബോഡിക്ക് പോകുന്നത്. അതെ. എന്തുകൊണ്ടാണ്? ആത്മയിലെ സെക്രട്ടറി എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളെല്ലാം ഇവിടെ മെമ്പറായിട്ട് ഇതുവരയ്ക്കും ഒരു ജനറൽ ബോഡിയിലും പങ്കെടുത്തില്ല. അതെന്തുകൊണ്ടാണ്? ഞങ്ങളെല്ലാം ഇന്നെ സീരിയൽ, ഞാൻ പറഞ്ഞു ഞാൻ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്, കുറേ സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള. പിന്നെ എന്താണ് വരാത്തത്? നിങ്ങൾ വന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ ഒഴിവാക്കേണ്ടി വരും. വളരെ ലളിതമായ പരിഹാരം. 400-ന് മുകളിൽ ആള് ഗോകുലം പാർക്കിൽ വന്നു. ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട്. അതെ. എല്ലാം ഞാൻ നോക്കിയപ്പോൾ ഒരുവിധമുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട്. അമ്മയിലെ അംഗങ്ങൾ കൂടുതൽ എല്ലാം അവിടെ ഉണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഈ അമ്മ മീറ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു സൂചി വീണാൽ ശബ്ദം കേൾക്കുന്ന രീതിയിലാണ് അവിടുത്തെ മീറ്റിങ്ങുകൾ നടക്കുന്നത്. കണ്ടുപഠിക്കേണ്ടതാണ് അല്ലേ ആ യോജിപ്പും ഒത്തൊരുമയും. അത് എന്തുകൊണ്ടാണെന്നറിയാം, ആ ഗണേശേട്ടൻ എന്ന് പറയുന്ന ഒരു ഒറ്റയാള് അതിൻ്റെ മുന്നിൽ നിർത്തി കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. അവിടെ 2 പേര് ഞാൻ ഇരിക്കുന്നതിൻ്റെ പുറകിൽ ശബ്ദം ഉണ്ടാക്കി. ഈ ശബ്ദം ഉണ്ടാക്കിയ ആളിന് അപ്പോഴും മെസ്സേജ് വരികയാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങി പുറത്തു പോകാം. അപ്പം അത് മുഴുവൻ വാച്ച് ചെയ്ത് അവിടെ ഒരാളിന് പോലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളത് നേരത്തെ എഴുതി കൊടുക്കണം. അവരെ വിളിക്കും, അവർക്ക് കയറി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അവിടെ പോകണം ഞാൻ കണ്ടു. ആദ്യമായിട്ടാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അതിൻ്റെ തലേദിവസം നമ്മൾ അമ്മ മീറ്റിംഗ്, ഇത്രയും സീനിയേഴ്സ് പങ്കെടുക്കുന്ന ആ മീറ്റിങ്ങിൽ എന്തെല്ലാം സംഭവങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ പോയത്. അപ്പൊ പുതിയ നമ്മുടെ തലമുറയിലുള്ള ആൾക്കാരെ, നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ വിചാരിച്ചാൽ വരും. അപ്പൊ അവര് കൊണ്ടുവരണം എന്നുള്ളതാണോ? അല്ല, അവര് സാധാരണഗതിയിൽ അങ്ങനെ വിളിച്ചിട്ട് വരേണ്ടവരാണോ? അല്ല, വിളിച്ചിട്ട് വരേണ്ട. ഇവരെല്ലാം പറഞ്ഞ ഞാൻ കണ്ടിട്ടുണ്ട്. രാജു പറഞ്ഞ എല്ലാവരും പറഞ്ഞ കണ്ടിട്ടുണ്ട്. അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് പെയിൻ എടുക്കുന്ന, ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണെന്നുണ്ട്. അവരെ ഏൽപ്പിക്കണം. അവർ പറയുമോ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുമോ? ഇതിൻ്റെ അകത്തുള്ള സ്ഥിതി ഇതാണ്. ഇതിൻ്റെ അകത്തുള്ള അംഗങ്ങളെക്കുറിച്ച് നിങ്ങൾ നോക്കുക. ഇപ്പോഴുള്ള സിനിമകളിൽ അപ്പൂപ്പനില്ല, അമ്മുമ്മയില്ല, ഗ്രഹനാഥനില്ല, കാര്യസ്ഥനില്ല, ഡ്രൈവറില്ല, അവിടെ അടുക്കളപ്പണിക്കാരില്ല. അങ്ങനെ 7, 8, 10 ആർട്ടിസ്റ്റ്, അങ്ങനെ 3 കുടുംബം 4 കുടുംബങ്ങളുള്ള സിനിമകളാണ്. 10, 40, 50 പേർക്ക് അവിടെ തൊഴിൽ കിട്ടും ഒരു സിനിമയിൽ. 6, 7 സിനിമ അടക്കുമ്പോൾ 10, 200 ആർട്ടിസ്റ്റുകൾ ജോലി ചെയ്തിരുന്നിടത്ത് ഇന്ന് അമ്മയിൽ അംഗമില്ലാത്ത ആൾക്കാരുടെ എണ്ണമാണ് പല സിനിമയിലും കൂടുതലും. അവരുടെ അടുത്ത് ഞാനിപ്പോൾ ഇതിൽ വരവിൽ അഭിനയിക്കാൻ പോയപ്പോൾ വളരെ നല്ലൊരു വേഷം ചെയ്യണ ഇപ്പോഴത്തെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ്, ഞാൻ ചോദിച്ചാൽ അമ്മേനെ നോക്കട്ടെ കേട്ടോ. അങ്ങനെയല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയുമായിട്ട് അമ്മയ്ക്കൊരു നല്ല ധാരണയുണ്ടെങ്കിൽ അമ്മ മെമ്പർ അല്ലാത്ത ഇത്ര രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്നവർ അതിനകത്ത് 1 രൂപയെങ്കിലും അമ്മയ്ക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞു നോക്കട്ടെ. വലിയ പൈസ ഒന്നും പറയണ്ട. നിങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്ന ആർട്ടിസ്റ്റാണോ, അമ്മയ്ക്ക് നിങ്ങൾ ഇത്ര രൂപ അടച്ചേ പറ്റൂ. അത് പ്രൊഡ്യൂസർ അമ്മയുടെ അക്കൗണ്ടിലോട്ട് അയക്കണം. എല്ലാവരും പറയുകയോ ഞാൻ അങ്ങ് ആകാം. ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന, കോടികൾ വാങ്ങിക്കുന്ന ഒരു അമ്മയിൽ മെമ്പർ അല്ലല്ലോ. അവിടെ ഒരു ബോയ്, ഒരു മേക്കപ്പ് ഇടുന്ന ഒരു പയ്യൻ, കാർഡില്ലാത്ത ഒരു പയ്യൻ ലൊക്കേഷനിൽ വന്ന് 5 മിനിറ്റിന് ആ മെസ്സേജ് വരും, പയ്യനെ പുറത്താക്കാൻ പറയും. ഒരു ഡ്രൈവർ വന്ന് തൊഴിലാളി സംഘടന ആയതുകൊണ്ട് മാത്രമല്ല, അവരത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നു. അപ്പം അവരുമായിട്ട് നമുക്ക് ധാരണയുണ്ട്. കലാകാരനാണ്, ആർക്ക് വേണം അഭിനയിക്കാം, അഭിനയിച്ചോട്ടെ. പക്ഷെ അഭിനയിച്ചവന് വരുമാനം കൂടി കഴിയുമ്പോൾ വരുമാനം ഇല്ലാതെ കിടക്കുന്ന ഈ കലാകാരനെ അവർ ശ്രദ്ധിക്കണം. ഇവരെല്ലാം കൂടെ ഉയർത്തിക്കൊണ്ടുവന്ന സിനിമയിലാണ് അവ അഭിനയിക്കുന്നത്. ഒരു അസാധാരണമായ സ്ഥിതിവിശേഷമാണ്. അതായത് ഇപ്പോൾ ഇത് എങ്ങനെ മുന്നോട്ടെന്നുള്ളതിൻ്റെ ഒരു പകപ്പുണ്ട് എല്ലാവർക്കും. പ്രത്യേകിച്ചും അറിയാമല്ലോ, ഒരു ചേട്ടൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലേ, ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം. ശ്വേത ഈ കണക്കുകൾ വ്യക്തമാക്കി സംഘത്തിനെ നിയന്ത്രിക്കുന്ന രജിസ്ട്രാറെ ബോധ്യപ്പെടുത്തും. കണക്ക് ജനുവിനാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി, ഞാൻ ഇതിൻ്റെ അകത്ത് സാമ്പത്തിക ക്രമക്കേട് ഞാൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി നടത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് തെരഞ്ഞെടുപ്പിലോട്ട് പോകും. അതെ, ഇല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവരെന്നെ സമ്മതിക്കുമെന്നുള്ളത് തോന്നുന്നുണ്ടോ? അത് അല്ല, തെരഞ്ഞെടുപ്പിലൂടെ അല്ല, സമ്മതിച്ചല്ലേ പറ്റൂ. ഇത് കോടതി പറഞ്ഞ ആളുകൾക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടല്ലേ പോലെ, അല്ലെങ്കിൽ അവർ കക്ഷി ചേരണം. അതെ, അങ്ങനെ പിഷാരടി കക്ഷി ചേരാൻ വേണ്ടി തയ്യാറല്ല എന്ന് പറഞ്ഞു സൈൻ ചെയ്ത് പോകുന്നു. അതെ, അങ്ങനെ ആരെങ്കിലും കക്ഷി ചേരുമോ? കക്ഷി ചേരാൻ എനിക്ക് തോന്നുന്നു ഗണേശേട്ടനൊന്നും ഒരു കാരണവശാലും അതിൻ്റെ പിന്നിൽ പോകില്ല. കാരണം ഇപ്പം അവർക്ക് കോടതിയിൽ ബയല ആണ് കോടതി ശ്രദ്ധിക്കുന്നത്.
ബൈലയിൽ അവിശ്വാസമൊന്നും ഉള്ള കാര്യമില്ല. ഇല്ല. 3 വർഷം അവർക്ക് സമയമുണ്ട്. അവർക്ക് 3 വർഷം തുടരാം. പക്ഷെ അവർ ചെയ്യേണ്ടത് മാന്യമായി അവർ തെറ്റുകാരല്ല എന്ന് കമ്മിറ്റി അംഗങ്ങളെയും പബ്ലിക്കിനെയും ബോധ്യപ്പെടും. ഇപ്പം പബ്ലിക്കിനെയും ബോധ്യപ്പെടുത്തണം. അതെ അതെ. ഇപ്പം ഞാൻ പോലും ഇത്രയും വിശദമായി കാര്യങ്ങൾ സംസാരിക്കാൻ കാരണം എല്ലാവരും രാവിലെ തൊട്ട് മൈക്കിൻ്റെ ഫ്രണ്ടിലാണ്. അതെ അതെ. ഇപ്പം ഞാൻ വേറൊരു ഇപ്പം സുരേഷ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആൾ. സുരേഷിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിഷമമുള്ള ആൾ. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. എന്താണ് നടന്നതെന്ന് ആളുകൾ അറിയണം. ഒന്നുമില്ലെങ്കിലും സുരേഷിനെ കാണുന്നവരെങ്കിലും ഈ കാര്യങ്ങൾ കാണട്ടെ. അതെ. അല്ലാതെ നമ്മളിപ്പോൾ നേരെ പ്രസ് ക്ലബ്ബിൽ ചെന്നിരുന്ന് ഇത് മുഴുവൻ വിശദീകരിക്കണം നമ്മൾ തയ്യാറല്ല. എൻ്റെ അടുത്ത് എനിക്ക് സുരേഷിലൂടെ ഇത് നമ്മളെ ശ്രദ്ധിക്കുന്ന സിനിമയുമായി അടുപ്പമുള്ളവരെല്ലാം സുരേഷ് എന്ത് സാധനം ഇട്ടാലും കാണുന്നതാണ്. അവരുടെ ശ്രദ്ധയിൽ വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ. അതെ അതെ. നാളെ ഇതിന്റെ പേരിൽ ആക്രമണം ഉണ്ടായേക്കാം. ഉറപ്പായിട്ടും. പക്ഷെ അങ്ങനെ അതാണ് ഇപ്പോഴത്തെ അല്ല, നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അക്രമം ഞാൻ തന്നെ പറഞ്ഞല്ലോ, വ്യക്തിബന്ധങ്ങൾ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ സംഘടനയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. സംഘടനയ്ക്കകത്ത് ഏത് വ്യക്തി മോശമായി പെരുമാറിയാലും പ്രതികരിക്കണം. തീർച്ചയായിട്ടും ലാലേട്ടൻ പറഞ്ഞ പോലെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ സംഘടനയ്ക്ക് ഉണ്ടാവും. ഒന്നും സംഭവിക്കും. ആ സംഘടനയുടെ ഒപ്പം നിൽക്കാൻ ചേട്ടനെ പോലുള്ളൊരു ഞാൻ ഉറപ്പായിട്ട് കാണും. അപ്പം സന്തോഷം.